ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ വിൻചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ ജിഷ്ണുവേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ കളി കഴിഞ്ഞ് വന്നിട്ടുള്ള നിപ്പാണ് കേട്ടോ അത്. രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ പോയിട്ടുണ്ട്. ഞാൻ അപ്പോൾ എണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പോയി ഇതേ ഒരു 9:30-10 മണിക്ക് ആകുമ്പോഴേക്കും അവർ കളി കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ രണ്ടാളും കൂടി നിന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ കുളിക്കാൻ കയറാൻ നിൽക്കുന്ന സമയത്തായിരുന്നു അവർ വന്നത്. കുളിക്കാൻ കയറിയെങ്കിൽ ഇവിടെ കട്ട പോസ്റ്റ് അടിച്ചിടുന്നു. കാരണം ഞാൻ വാതിൽ കുറ്റിയിടുമല്ലോ. അപ്പൊ പിന്നെ കുറെ നേരം നിൽക്കേണ്ടി വന്നിരുന്നു. ഞാനാണെങ്കിൽ എണ്ണയൊക്കെ തേച്ച് നല്ല രീതിക്ക് ഒരു നീരാടാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പൊ എന്തായാലും കുറെ നേരം എടുത്തിടുന്നു കേട്ടോ. അപ്പൊ കറക്റ്റ് ആ നിൽക്കണ നേരത്തായിരുന്നു വന്നത്. അതുകൊണ്ട് എനിക്ക് വാല് തുറന്നു കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും കളിയുടെ കാര്യങ്ങളാണ് പറയണത്. എന്താ പറയാ, അവരുടേതായ കാര്യങ്ങളില്ല അതാട്ടാ. ജയിച്ചേന്റെയും തോറ്റേന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടാണ് ഇപ്പൊ രണ്ടാളും കൂടി നിൽക്കണത്. അപ്പൊ ഞാൻ രാവിലെ തൊട്ടിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ എനിക്കിട്ട് അടിച്ച ഒരു തുടക്കം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കുളിക്കാൻ നിൽക്കുമ്പോൾ വിൻചേട്ടൻ വന്നത് നല്ല രീതിക്ക് എണ്ണ പരട്ടിയിട്ടുണ്ട് തലയിൽ. എണ്ണപ്പാടായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. എന്നിട്ട് ബാക്കി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. വ്ളോഗൊന്നും ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഹായ് ബാക്ക്ഗ്രൗണ്ട് കൊള്ളാല്ലേ. ഹായ്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം. അപ്പോൾ രസമുണ്ട്. അപ്പോൾ ഞാൻ വേഗം വരാം. വിൻചേട്ടനും ജിഷ്ണേട്ടനും കൂടി നനയ്ക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ വെള്ളം, പക്ഷെ അങ്ങനത്തെ വെള്ളം എത്ര വെള്ളം ഇറങ്ങാറി എനിക്ക്. ഈ തോട്ടം നനയ്ക്കുമ്പോൾ നനച്ചിട്ടുണ്ട് കരല്. പുതിയ വേലക്കാരൻ ആഴ്ചയിൽ 100 റുപ്യ തോട്ടം നനയ്ക്കാൻ. വേലക്കാരിയായിരുന്നാലും നീയൻ മോഹൻലി പൈസ തരാം. ബാക്ക് കൂടെ വാ. പഴകഞ്ഞിണ്ട്. പഴകഞ്ഞി നല്ല തൈര് ഉണ്ടോ. ആരോ വന്നിക്കണേ, ബെക്കാമോ വന്നിക്കണേ ചെടി നനയ്ക്കാൻ. പുറത്തുനിന്ന് ഇറക്കിയതാ ഡേവിഡ് ബെക്കാം. പിന്നെ ചെടി നനയ്ക്കണ്ടേ ഇതൊക്കെ എൻ്റെ അമ്മ കാണട്ടെ. അമ്മ പറയും വീട്ടിലവനൊരു നനയ്ക്കാൻ തരില്ല, പുറത്തൊക്കെ നനച്ചോ. പൂര ക്ലീൻ കരോ देखो जास्ती ऊपर नहीं, इधर जास्ती मिट्टी है. इधर पानी क्लीन करो, अच्छे से क्लीन करो. മുകളിൽ എനിക്ക് കറക്റ്റ് ആവട്ടെ. എന്തൊക്കെ ആട്ടണേ വെറുതെ നല്ല കൂലി എന്നിട്ടല്ലേ. നല്ല പഴങ്കഞ്ഞിയും തൈരും വേറെ. അങ്ങനെ കുറച്ചു നേരം വിൻചേട്ടൻ ജിഷ്ണേട്ടനെ കൊണ്ട് തോന്നുന്നു നനപ്പിച്ചത്. ഞാൻ ഫോണ് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കുളിക്കാൻ പോവുക ചെയ്ത. കുളി കഴിഞ്ഞോട്ടാ. കുളി കഴിഞ്ഞിട്ട് വേഗം ചായപ്പണിക്ക് എടുക്കട്ടെ. എളുപ്പത്തിന് ഞാനിന്ന് പുട്ടുണ്ടാക്കാനാണ് പ്ലാൻ. ലൈറ്റ് കുറവുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു മൂടിക്കെട്ടലുണ്ട്. വെയിൽ കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വേഗനി ചായ പുട്ടുണ്ടാക്കാം. പുട്ടും മുട്ടക്കറി എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ തുടങ്ങട്ടെ പണി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നോക്കണത്. അപ്പോൾ അപ്പുറത്ത് പുട്ടും വെച്ചിട്ടുണ്ട്. കണ്ട പുട്ടും കുടം ഇരിക്കണത്. അപ്പോൾ അതിൽ ഞാൻ പുട്ടും ആക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ഒന്നും വീഡിയോ രാവിലെ അങ്ങനെ എടുക്കണില്ല കേട്ടോ. പണ്ടത്തെ പോലെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ഓരോന്നും ക്ലിക്ക് എടുക്കാനുള്ള ഒരു ഇത് വരുന്നില്ല. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ ആയിട്ടപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സബോളയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം ഇഞ്ചി എടുത്തിട്ടില്ല കേട്ടോ പ്രാവശ്യം. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ഇത് വയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞിട്ടിടും. ഇത് നന്നായി വാടി വന്നതിന് ശേഷം പിന്നെ തക്കാളിയുടെ പച്ചച്ചായ വിട്ട് കഴിഞ്ഞാൽ മുളക് പൊടിയും ചിക്കൻ മസാലയുടെ പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി കഴിഞ്ഞില്ലേ, ഇത്രയൊക്കെ തന്നെ ഇട്ടിട്ട് നന്നായി വയറ്റിയെടുക്കൂട്ടോ. എല്ലാത്തിനും പച്ചച്ചായ വിടണം, അതെനിക്ക് നിർബന്ധമാണ്. അപ്പോഴേക്കും ഇതേ വിൻചേട്ടനും കുളിച്ച് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവും ചെയ്യൂട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഉപ്മാവ് അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ പുട്ടും മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഉപ്മാവ് ഇപ്പോൾ ആർക്കും അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ കുറേ നാളായി ഉപ്മാവൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ പിന്നെ മുട്ടക്കറിയും നമ്മുടെ പുട്ടും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതാട്ടെ പെട്ടെന്ന് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ തേജും കൂടി എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ എണിച്ചുകൊണ്ട് തന്നെ ഞാൻ വേഗം വിൻചേട്ടൻ്റെ അടുത്തേക്ക് വിട്ടു. അപ്പോൾ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ വിൻചേട്ടൻ തന്നെ ചെയ്തേ. പിന്നെ അതേ നമ്മൾ കഴിക്കായിരുന്നു. അതേ പുട്ടും മുട്ടക്കറിയും നമ്മുടെ ശർക്കര കാപ്പിയും കൂടിയിട്ടാട്ടാം. പിന്നെ തേജു എന്തായി നോക്കണമെന്ന് വെച്ചാൽ അവന് ഇപ്പം മുട്ട ബോയിൽ ചെയ്തത് തീരെ പറ്റണില്ല. ആദ്യമൊക്കെ അവന് ഇഷ്ടമായിരുന്നു, അവൻ കഴിച്ചായിരുന്നു. ഇപ്പം എന്താണാവോ അവന് തീരെ പറ്റണില്ല, ഓക്കാനിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണ്ടാന്നും പറഞ്ഞിട്ടാണ് നിൽക്കണത്. പക്ഷെ ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേണ്ട പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ മടി പിടിച്ച് നിൽക്കണ്. അപ്പോൾ ആ മുട്ട ദേ വിൻചേട്ടൻ എടുത്തു കേട്ടോ. വിൻചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ
ഞങ്ങൾ അതിങ്ങനെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വിൻചേട്ടനെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്, നീ തടി വെച്ചു എന്നാണ് പറയണത്. ഞാൻ എന്താ ചെയ്യുക, ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ അപ്പം തീരെ എന്ന് പറഞ്ഞാൽ തീരെ ഡയറ്റും കാര്യങ്ങളും ഒന്നും നോക്കണില്ല, തീരെ കൺട്രോളിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ശ്രദ്ധയില്ല ഇപ്പോൾ സത്യം പറഞ്ഞ ബോഡിയിലോ കാര്യങ്ങളിലോ ഒന്നും കേട്ടോ. പക്ഷെ ശ്രദ്ധിക്കും, ഇതുപോലെ വിൻചേട്ടൻ ഇങ്ങനെ കളിയാക്കുമ്പോഴേക്കും ശ്രദ്ധിക്ക് തടി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കും. അപ്പം ഇനി ശ്രദ്ധിക്കാനുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. ഉച്ചത്തേക്കുള്ളതാക്കാണ് വിൻചേട്ടന് പണിക്കുണ്ട്. പണിക്കനാണ് രാവിലെ കളിക്കാൻ പോയി കളിക്കാൻ. അപ്പം ഞാൻ കിച്ചണിൽ പോട്ടെ. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു കിച്ചണിൽ. അതൊന്ന് കിച്ചണിൽ കയറ്റി വെച്ചിട്ട് കള്ളപ്പനിയാണാവോ ഏജ് പറയുന്നു കള്ളപ്പനിയാണെന്ന്. നീ വേഗം കഴിക്കുക, എപ്പം ഇരിക്കണതാ കഴിക്കാൻ. വിൻചേട്ടന് കള്ളപ്പനിയാണോ അല്ലേന്ന് നമുക്ക് പറയാം. ചെറിയ ചൂടിന് എൻ്റെ കയ്യോളം ചിരിക്കണ്ട. മനുഷ്യന്റെ അവസ്ഥ മനുഷ്യന്റെ. ഓ പാത്രം കഴുകാൻ വിളിക്കൊന്നുമില്ല, പേടിക്കണ്ട. പാത്രം കഴുകാനും മടിയില്ല, തിന്നാനും മടിയില്ല, മടിയില്ല. എന്ത് ഇപ്പൊ ഈ തല ഒന്നല്ലേ സൗണ്ടിന് പുറത്തേക്ക് വെക്കരുത് കേട്ടാ. അയ്യോ ആവോ അമ്മേട്ടോ. ഇതാണ് വിൻചേട്ടന്റെ പനിക്കുമ്പോൾ റിംഗ് ടൂൺ. താളം പോരാ, ശ്രുതി ശരിയാവാണ്ട്. തേജ് വൈകുന്ന തന്നെ തേജ് ഹെൽപ്പ് ചെയ്യാൻ വരും അല്ലേ? വേഗം കഴിക്കേട്ടാ. പാത്രം കഴുകാണ്ടിട്ടാ. എന്തേ ഇഷ്ട? ഇത് വലുതായാലും ഇഷ്ടം ഉണ്ടാവണം കേട്ടോ പാത്രം കഴുകാൻ. പാത്രം കഴുകാൻ ഇഷ്ടം? തേജുവിന് വലുതായ പാത്രം കഴുകാനാണ് ഇഷ്ടം എന്നാ പറയുന്നത് കേട്ടോ. ആ സോപ്പും അതിൽ കളിക്കാനല്ല എനക്ക് അല്ലേ 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 എനിക്കറിയാം. ഞാൻ വേഗം പണി തുടങ്ങട്ടെ. എന്തോ ഇരുട്ടുന്നൊരു സുഖല്ലേ. ആ മതിയാവണ്ട, ഫുള്ള് കഴിക്ക്. ഇന്ന് ക്ലൈമറ്റ് ഒരു സുഖല്ലേ, ഭയങ്കര ഇരുട്ട് പിടിച്ച ഒരു ക്ലൈമറ്റ്. പുറത്തൊന്നും സൂര്യനെ കാണാനില്ല കേട്ടോ, അതിൻ്റെ ഒരു ഇരുട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കേട്ടാ ചെയ്ത്. എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ് പാത്രങ്ങൾ അങ്ങനെ കൊട്ടത്തളത്തിൽ നിറഞ്ഞിട്ടിട്ട് കിച്ചണിൽ പണിയെടുക്കാനേക്ക്. എല്ലാം ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം പിന്നെ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ അടുത്ത കുക്കിങ്ങിലേക്ക് കിടക്കണേക്കെ മുന്നേ ഞാൻ മൊത്തം ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. മറ്റേത് ഇത് വിൻചേട്ടൻ ചെയ്തു തരാറുണ്ട് കേട്ടോ, ചായയോടി കഴിഞ്ഞ് അതൊക്കെ അങ്ങനെ കഴുകി തരുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാൻ പറ്റൂ കേട്ടോ. അതെല്ലാം കഴുകിയതിന് ശേഷം വിൻചേട്ടനുള്ള കഞ്ഞിയാട്ടാ. കഞ്ഞി ഞങ്ങൾക്കുള്ള ചോറും ഇത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം ഒന്ന് ജാക്സണിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറുകി വരും. അപ്പോൾ അതവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെയും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകല്ല, നമ്മുടെ കുക്കറിൽ പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ പരിപ്പിന് അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറൊന്നും കൂടി കഴുകിയെടുത്തതാട്ടാ. അപ്പോൾ പരിപ്പ് ഇതേ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് വെള്ളരിക്കും പരിപ്പും തക്കാളിയും അങ്ങനെയൊക്കെ ഇട്ട് വെക്കില്ലേ, തേങ്ങ അരച്ചിട്ട് അങ്ങനത്തെ ഒരു ഒഴിച്ചു കറി ആയിട്ടാണ് ഞാൻ വെക്കണത്. കൂടുതലൊന്നും എടുക്കണില്ല. അതൊരു കുഞ്ഞു കഷ്ണം വെള്ളരിക്കും ഒരു തക്കാളിയും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം സവോള ഇട്ടിട്ട് അങ്ങനെ പുളി ഒഴിക്കില്ല, അല്ലാണ്ട് ഇങ്ങനെ തക്കാളി ഇട്ടിട്ടുള്ള ഒരു പുളി ഉണ്ടാവില്ല, അങ്ങനെ തേങ്ങ അരച്ചൊഴിച്ചിട്ടുള്ള ഒരു പരിപ്പ് കറിയാണോ ഒരു പച്ചക്കറി കറി അങ്ങനെ പറയേ. അപ്പോൾ അതിലേക്ക് ഇതേ തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയും കുറച്ച് ജീരകം ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുക. അങ്ങനെ അത് വിസിലൊക്കെ വന്ന് സെറ്റായതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ തേങ്ങ അരച്ച് ഒഴിക്കും. അതായത് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുക കേട്ടോ, കണ്ടോ. എന്നിട്ട് അത് നമ്മുടെ തേങ്ങ അരച്ചൊഴിച്ചതിന് ശേഷം തിളപ്പിച്ചെടുത്തതിന് ശേഷം താളിച്ചൊഴിക്കും കേട്ടോ. അതായത് കടുകും കറിവേപ്പിലും ഉണക്കമുളകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നേരെ ഇതിലേക്ക് ഒഴിക്കും. താളിച്ചൊഴിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒഴിക്കും കേട്ടോ. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി. ഈ നമുക്ക് എന്താ പറയുക, ചിക്കൻ കറി വെച്ചില്ലെങ്കിൽ ചിക്കൻ വറുക്കാനാ പ്ലാൻസ് ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ പച്ചക്കറി കറിയായിട്ട് ഇഷ്ടം, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ലേ. പക്ഷെ അങ്ങനെ വെക്കാറുണ്ട്, പക്ഷെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാറില്ല കേട്ടോ.
അപ്പോൾ എനിക്ക് തോന്നി ചിക്കൻ കറി വെക്കേണ്ട, പിന്നെ ഒന്നാമത് പനിയല്ലേ. അപ്പം ഞാൻ തേജുവിന് പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ അത് എന്തായാലും ഒരു കഷ്ണം വറുത്ത് തരാൻ പറയും. അപ്പോൾ അവൻ അങ്ങനെ ചിക്കൻ വറുക്കട്ടെ ചെയ്ത് പിന്നെ കറി വെച്ചു. ഒറ്റ ട്രിപ്പിലേക്ക് തന്നെ വറുക്കാനുള്ള രീതിയിലായിട്ട് ഞാൻ ഇപ്പോൾ കൂടുതലും ചിക്കൻ വറുക്കാറ്. കാരണം കുറേ വറുത്ത് വെച്ചാൽ വേസ്റ്റ് ആവും ചെയ്യും, പിന്നെ നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കേണ്ടി വെച്ചിട്ട് കഴിക്കും. അപ്പോൾ അത് ഒട്ടും നല്ലതല്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയായിട്ട് ചെയ്യുക. മാങ്ങയാണ് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാണ്ട് കട്ടെടുത്ത് കഴിച്ചതാട്ടോ ഞാൻ നോക്കി വെച്ച മാങ്ങ. ഇങ്ങനെയുണ്ട്. ഇതിലിടല്ലേ? കുറെ ഉണ്ടാ? എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കേ, നന്നായി കടിച്ചിറക്കി. അവിടെ വീട്ടില് മാങ്ങ വെട്ടിയില്ലേ? മാവ് വെട്ടിയാ? ഇതെന്തത്? ഞാൻ തരാം തേജോ. ഇതൊന്നൊരു കഷ്ണം കഴിക്കേ. വലിയ കഷ്ണാട്ടെ, തുമ്പ് കടിച്ചു. നിങ്ങൾ കച്ചറപ്പുറത്തേക്ക് തന്നെ കിട്ടണില്ലേടാ. അച്ഛ എക്സ്പ്രഷൻ ഇട്ട് അറിയില്ല. കുറച്ചും കൂടി അച്ഛൻ്റെ ബാക്കിൽ പോയി നിൽക്ക്. കഴിക്കേ. എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കണം. അരക്കാൻ കിട്ട്. എന്തത് ഇങ്ങനെ കടാക്കി? ഇൻഷാടെ മാങ്ങയുണ്ടാവും ഇപ്പൊ? ഇല്ലല്ലോ, ഒരു മാവും കൂടി ഇല്ലേ അവിടെ? അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇതേ മാങ്ങാക്കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കറി കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ വിളമ്പാടുമ്പോൾ വിൻഷായിട്ട് ഇതേ ചോറ് വിളമ്പുന്നുണ്ട് പാത്രത്തിൽ. ബാക്കിയെല്ലാം ഞാൻ മേശയമ്മ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. ചോറുണ്ടാൻ പോവാണെന്ന് നമ്മൾ ഫുഡ് കഴിക്കണമെന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. വിൻഷാട്ടിന് കള്ളപ്പനിയായിരുന്നു ഗൈസ്. കള്ളപ്പന്നിയല്ല, മെയിനായിട്ട് എന്താ പ്രശ്നം വെച്ചാൽ കഫക്കെട്ട് കേട്ടോ. ചുമയില്ലേ, നല്ല ചുമ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ചെറിയതായിട്ടൊരു പനി പനിക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളായിട്ട് വരുത്തി വെക്കേണ്ടതാണ് തണുത്തൊക്കെ കഴിച്ചിട്ട്. പനിയിലാണ് ചിക്കൻ കഴിക്കാൻ പാടില്ല. കുറച്ചെടുക്ക്. കുറച്ചെടുക്കല്ല, നമുക്ക് കഴിക്കാവുന്നുള്ളൂ. ഞാൻ വേണേൽ കുറച്ചും കൂടി ഇട്ടുതരാം. അപ്പം അതേ ചോറും നമ്മുടെ മാങ്ങക്കറിയും ചിക്കൻ വറുത്തതും പിന്നെ വെള്ളരിക്കക്കറി ഇട്ടാ, അതെല്ലാം കൂടിയിട്ടായിരുന്നു നമ്മുടെ ഉച്ചത്തെ ഫുഡ്. തേജുവിനാണെങ്കിൽ ചിക്കൻ്റെ എല്ല് അങ്ങനെയൊക്കെ നോക്കില്ലേ, അപ്പം അവന് എല്ലും പീസും കൂടിയിട്ടുള്ളത് അവന് ഇഷ്ടം, എല്ല് കടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് തപ്പിയിട്ടായിട്ട് എടുക്കണത്. പിന്നെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞാൽ എപ്പോഴും പറയാണ്ട് ഞാൻ ഞായറാഴ്ച ഇങ്ങനെ കിടക്കും, ഒരു 4 മണി വരെ ഇങ്ങനെ കിടക്കും. ഉറങ്ങിയില്ല കേട്ടാ, ഇങ്ങനെ തല്ലുകൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 3 ആളും കൂടി നല്ല അടി കൂടും കേട്ടോ. മെയിനായിട്ട് തേജുവാണ് ഫസ്റ്റ് തുടങ്ങിയേക്കുക. അതും ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയിട്ടും തള്ളിയിട്ടൊക്കെ. പിന്നെ ഞാനും കൂടി ഇടപെടും. പക്ഷെ ഞങ്ങൾ തല്ലുവിടുന്ന വീഡിയോ ഞാൻ എടുക്കാറില്ല കേട്ടോ. തേജ് മിൻചാട്ടിനും കൂടിയിട്ട് ഇങ്ങനെ തല്ലുവിടുന്നതാണ് എടുക്കാറ്. തല്ലുവിടുക മീൻസ് അടി പൂരാവട്ടോ, അത് വേറെ കാര്യം. അടിയുടെ കാര്യം വന്നാൽ ഞാനും തേജും ഒറ്റ കെട്ടാവട്ടോ. കാരണം ഞങ്ങൾക്ക് 2 ആളും കൂടിയാൽ പോലും മിൻചാട്ടിനെ ഞങ്ങൾക്ക് തിളയ്ക്കാൻ പറ്റാറില്ല. എന്നാലും ഞങ്ങൾ പറ്റുന്ന പോലെ തിളയ്ക്കുക. ഇത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. ഇത് നോക്കാതെ ഏത് എന്തൊക്കെയറിയില്ലയോ? ഓ ലെമൺ അല്ല, നമ്മുടെ വാട്ടർ മെലൺ. കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മറക്കി മതി. ഇല്ല ഇതാണ് തേജുവിന്റെ ആയുധങ്ങൾ. ഓരോന്നെടുക്കുക, നോക്കുക, വരയ്ക്കുക. അവര് വെച്ച് നല്ല സമയം എടുക്കും. ഞാൻ എപ്പോഴോ ഇതൊക്കെ ഇതാ കളറ്. ഇതിപ്പോ നടു വാങ്ങിയതല്ലേ? പിടിക്കേ ഒക്കെ കാട്ടിട്ടുണ്ട് ഇവിടുന്ന്. നമ്മുടെ തേജുവിന്റെ വാട്ടർ മെലൺ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ കഴിക്കാൻ വേണമെന്നാണ് ചോദിച്ചത്. ഇപ്പോ 2 വരച്ചിട്ടേക്ക് എല്ലാവർക്കും കഴിഞ്ഞില്ലേ? എന്താ അടുത്തത് വരയ്ക്കണ? ഒരെണ്ണം വരയ്ക്കുമ്പോഴേക്കും വെയ്യ എനക്ക്.
അടുത്തത് വെച്ചണോ ആ കാര്യം പറയട്ടെ കാര്യം കാണിക്കട്ടെ അതിൽ ഞാൻ അപ്പൊ വരച്ച് വാട്ടർ പോലെ ഇത് വാട്ടർ മെലണോ വാട്ടർ പോലെ എന്താ ഇതെല്ലാം മാതിരി കോലൈസ് പോലെ ഉണ്ടല്ലോ വാട്ടർ പോലെ കോളേജിന്റെ പോലെ വരച്ചോ പോലെ ഞാൻ രണ്ടാമത്തെ സ്പൈലിനാട്ടോ വരച്ച് സ്പൈലിന് നമ്മുടെ പിങ്ക് ഇല്ലാത്തോണ്ട് ഈ കളർ നമ്മുടെ പിങ്ക് ഇല്ലാത്തോണ്ട് ഞാൻ ഏത് കളർ അടിച്ചറിയോ റെഡാണോ കൊടുത്ത് ഈ കളർ അടിച്ചു ഓ അതൊരു ഡാർക്ക് പിങ്ക് ആവൂല്ലേ റോസോ അത് ഏതാ കളറ് വയലറ്റോ വയലറ്റ് അല്ല പിങ്ക് ഇല്ലാത്തോണ്ട് നമ്മുടെ ഇത് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത് അടിച്ചു അതുകൊണ്ട് ഇതായി പിന്നെ ഒരു 5 മണി കഴിഞ്ഞാൽ വെയിലിങ്ങനെ ആറി വരില്ലേ ആ ഒരു നേരമായി കഴിഞ്ഞാൽ രാത്രി ആവണം വരെ ഒരു 7-8 മണി വരെ നമ്മൾ ഉമ്മർത്ത് തന്നെയായിരിക്കും കേട്ടോ ആ ഒരു സമയം പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയമാണ് കേട്ടോ ഉമ്മർത്തിരിക്കാൻ ഇപ്പം പ്രത്യേകിച്ച് കേട്ടോ ഈ കട്ടൊക്കെ വിരിച്ചൊന്ന് സെറ്റായിപ്പോൾ ഒന്നും കൂടി ഞങ്ങൾക്ക് ഇരിക്കാൻ ഇൻട്രസ്റ്റ് കൂടിയേക്കാണ് അപ്പോൾ തേജു ഇതേ സൈക്കിളൊക്കെ ഇറക്കിയിട്ടുണ്ട് മറ്റേത് അവൻ ഇവിടെ മണ്ണും മെറ്റലും കാരണം സൈക്കിൾ ഓടിക്കാൻ പറ്റാറില്ല അപ്പോൾ ഇപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിൻചേട്ട ഇതേ ചെടിയും അതുപോലെ തന്നെ മുറ്റും ഒക്കെ നനയ്ക്കുക കേട്ടോ അവിടെയൊക്കെ ഒന്ന് ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് 3 ദിവസം നമ്മളോട് നനയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് 2 നേരം അപ്പോൾ അത് ചെയ്യുന്നുണ്ട് നമ്മൾ മാത്രമല്ല കേട്ടോ അപ്പുറത്തെ ഗീത ചേച്ചിയും ഹരിതയും അവരെല്ലാവരും അവരുടെ വീട്ടിലെ ചെടികളും നനയ്ക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മുടെ സുധചേച്ചി ഇല്ല കേട്ടോ സുധചേച്ചിയുടെ മോളുടെ അടുത്തേക്ക് പോയേക്കാണ് അപ്പോൾ ചേച്ചി അവിടെ ഇല്ല അല്ലെങ്കിൽ പിന്നെ ചേച്ചി അവിടെ നനച്ചുകൊണ്ടിരിക്കും എല്ലാവരും ഈ ഒരു സമയമായി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റട്ടത്തൊക്കെ ചെടികൾ നനയ്ക്കലാണ് പണിയിട്ട അപ്പോൾ അതേ വേണ്ട അവിടെ സുധചേച്ചി ഇല്ല അപ്പോൾ ഞങ്ങളിങ്ങനെ പറയാണ് അപ്പോൾ ഗീത ചേച്ചിയുടെ ബാക്കിൽ ഗീത ചേച്ചി കുറേ കൃഷി പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ വാഴയും കൊള്ളി അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ സൈഡ് സുധചേച്ചി ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെയാണ് അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാത്തത് നമ്മളിട്ട അപ്പം അവരത് നനയ്ക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നിന്നിങ്ങനെ വർത്താനം പറയാട്ടോ ഇതാ എല്ലാവരും കൂടി നിന്ന് വർത്താനം പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിൻഷേട്ടൻ എന്തേക്ക് തന്നു നീ കുറച്ച് നേരം നനക്കിന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ തടി വെച്ചത് ഈശ്വരന്മാരെ ഞാൻ ഇങ്ങനെ തടി വെച്ചോ എന്ന് നോക്കിയതാവണത് പിന്നെ എനിക്ക് ഒന്നാമത് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തന്നെ അറിയുന്നുണ്ട് ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് എന്ന് ഞാനൊരു ശഗ്രം വണ്ണം വെച്ചാൽ പോലും അത് എടുത്തറിയുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ പക്ഷെ ഞാൻ കുറയ്ക്കും എനിക്ക് കുറയ്ക്കലും കൂട്ടലും അത് എനിക്ക് എന്തിട്ടാ പറയുക എനിക്കൊരു പുത്തരിയല്ല സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ശ്രദ്ധിച്ചില്ലെങ്കിലാണ് ഞാൻ എങ്ങനെ വണ്ണം വെച്ച് വരികട്ടാ പിന്നെ വണ്ണം വെച്ച് കാണുമ്പോഴാണ് എൻ്റെ വീട്ടുകാർക്ക് ഒരു സന്തോഷമുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ വണ്ണം വെച്ച് കണ്ട എൻ്റെ അമ്മയ്ക്ക് എന്ത് സന്തോഷമാണെന്നറിയോ വണ്ണം വെച്ച് എത്ര വൃത്തികേടായാലും കുഴപ്പമില്ല വണ്ണം വെച്ച് കണ്ട എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ എന്നേരെ മറിച്ച് ശോഷിച്ചാലോ ഭയങ്കര സങ്കടവും അതാ അന്റെ ഹെലികോപ്റ്ററാ എന്റെ മണ്ട ആ പോയി ബോള് അച്ഛൻ്റെ മോൻ എന്നെയാണ് കുട്ടി തെളിയിച്ചുകൊണ്ടിരിക്കട്ടെ വേറെ ഒന്നല്ല പെൺകുട്ടികളൊക്കെ കൂടിയിട്ട് വട്ടിട്ട് വർത്താനം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ചളി പറയാൻ ഇപ്പം നമ്മുടെ തേജ് മിടുക്കനായി വരുന്നുണ്ട് കേട്ടോ വിൻഷേട്ടൻ്റെ അതേ സ്വഭാവം തന്നെ അപ്പോൾ അവർക്ക് മറ്റേ കറ്റാറുവാഴയുടെ ഒരു തൈ വേണം പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിച്ചു കൊടുത്താട്ടെ ഗീത ചേച്ചിക്ക് അവിടെ വെക്കാൻ നമ്മുടെ അവിടെ സൈഡിൽ കുറേ ഉണ്ടല്ലോ അപ്പോൾ അത് ഇതേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇരുട്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് പിന്നെ വിൻഷേട്ടൻ ഇതേ തൊണ്ടയ്ക്ക് ഒരു സുഖമില്ലാത്തത് കൊണ്ട് അതിൻ്റെ എന്താ പറയുക ചൂട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങളിത് ഉമ്മർത്തിരുന്ന് വിളക്ക് കൊളുത്തിയിട്ടില്ല ഏട്ടയ്ക്ക് വിളക്ക് കൊളുത്താൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്ന് കൊളുത്തിയിട്ടില്ല അപ്പം ഞങ്ങളത് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയാണ് ഉമ്മർത്ത് കുറേ നേരം അങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഇരുട്ടായാലും കയറില്ല ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോകാൻ തോന്നില്ല കേട്ടോ അപ്പോൾ തേജു ആണെങ്കിൽ കിട്ടിയതാ അപ്പം നല്ല കളിക്കാൻ നല്ലൊരു സ്പേസ് കിട്ടിയവന് അതുകൊണ്ട് കുട്ടി സുഖമായിട്ട് നിന്ന് കളിക്കണം ചെയ്യുന്നുണ്ട് കേട്ടാ ഇപ്പം എന്താ ഉദ്ദേശിച്ച് വിൻചേട്ടൻ നോക്കുമ്പോൾ നാണം ഇടയ്ക്ക് തേജുവിന് വിൻചേട്ടന് മുമ്പിൽ ഡാൻസ് കളിക്കാൻ നല്ല മടിയാണ് കേട്ടോ അതാണ് ഈ ഒരു സൈഡിലേക്ക് നിന്നിട്ട് എനിക്ക് കളിച്ച് കാണിച്ചു തരണത് ഇങ്ങോട്ട് ഇനി വീഡിയോ എടുത്തിട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടുള്ളത് ജിഷ്ണേട്ടനും വിഷ്ണുവേട്ടനും പാറും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ടാണ് വരണത് പിന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ.